എനിക്കായൊരു നാടുണ്ട്, സ്വർഗീയ നാടുണ്ട്. എനിക്കായൊരു വീടുണ്ട്, സ്വർഗീയ വീടുണ്ട്. എനിക്കായൊരു നാടുണ്ട്, സ്വർഗീയ നാടുണ്ട്. എനിക്കായൊരു വീടുണ്ട്, സ്വർഗീയ വീടുണ്ട്. പരദേശവാസമാണെന്നുടെ ഈ വാസം, സുരലോകവാസമാണ് നിത്യവാസസ്ഥലം. പരദേശവാസമാണെന്നുടെ ഈ വാസം, സുരലോകവാസമാണ് നിത്യവാസസ്ഥലം. എനിക്കായൊരു നാടുണ്ട്, സ്വർഗീയ നാടുണ്ട്. എനിക്കായൊരു വീടുണ്ട്, സ്വർഗീയ വീടുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹമുണ്ട്. വചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് 23:39 മുതൽ 43. ഈ ഭാഗത്തു നിന്നും ഒരിക്കലും വൈകിട്ടില്ല എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുള്ളൂ. ഒരു വയോധികൻ തൻ്റെ യൗവനകാലത്ത് ചില കാരണങ്ങളാൽ പഠനം ഉപേക്ഷിച്ചു. കുടുംബ പ്രശ്നങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ തീരുമാനങ്ങളൊക്കെ ആകാം. എന്നാൽ ജീവിതം പതുക്കെ കൈവിട്ടു. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ പലപ്പോഴും പറഞ്ഞു, ഇപ്പോൾ പഠിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് കൂടുതൽ വയസ്സായി, എൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയാളുടെ കൊച്ചുമകൻ പഠിക്കുമ്പോൾ അയാളുടെ കൂടെ അക്ഷരങ്ങൾ വീണ്ടും പഠിക്കുവാൻ തുടങ്ങി. പതുക്കെ പതുക്കെ എഴുത്തും വായനയൊക്കെ അഭ്യസിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ പേരിൽ ആദ്യമായി ഒപ്പിട്ട ദിവസം അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ തിരിച്ചറിഞ്ഞു, വൈകിയിരിക്കുന്നു എന്ന് തോന്നിയാലും തുടങ്ങാൻ ഒരിക്കലും വൈകിട്ടില്ല. ജീവിതത്തിൽ ഒന്നും ഒരിക്കലും വൈകിട്ടില്ല. കൃപയുടെ അതിർത്തിയില്ലാത്ത വാതിൽ നമുക്കായി തുറന്നിട്ടിരിക്കുന്നു. ക്രൂശിലെ സംഭവം ഒരു കരുണ കഥ മാത്രമല്ല, ഇത് രക്ഷാശാസ്ത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ദൃശ്യം. 3 ക്രൂശുകൾ, മധ്യേ നിർദോഷനായ ക്രിസ്തു, ഇരുവശങ്ങളും പാപികൾ. ഈ ദൃശ്യം മനുഷ്യരാശിയുടെ ആത്മീയ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ക്രൂശിന്റെ മധ്യേ ഉള്ള യേശു മധ്യ നിൽക്കുന്നത് ഒരു യാദൃച്ഛികതയല്ല. അവൻ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനാണ്. 2 കള്ളന്മാർ മനുഷ്യരാശിയുടെ 2 പ്രതികരണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒന്ന് നിരസിക്കുന്ന ഹൃദയം, മറ്റൊന്ന് വിശ്വസിക്കുന്ന ഹൃദയം. ക്രൂശ് എല്ലാവർക്കും മുന്നിലാണ്, പക്ഷേ പ്രതികരണമോ വ്യക്തിപരമാണ്. ഒന്ന്, പാപം എല്ലാ മനുഷ്യരെയും ഒരേ നിലയിലാകുന്നു, എന്നാൽ പ്രതികരണം മനുഷ്യനെ വ്യത്യസ്തമാണ്. 2 കള്ളന്മാരും ഒരേ കുറ്റക്കാർ, 2 പേരും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇത് റോമർ 3:23 സത്യത്തെ ഓർക്കുന്നു. അതിങ്ങനെയാണ്, എല്ലാവരും പാപം ചെയ്തു. പുരുഷന്റെ മുന്നിൽ എല്ലാവരും ഒരേ നിലയിലാണ്. മതപരമായ പദവിയോ സാമൂഹിക നിലയോ നല്ല പ്രവൃത്തികളോ ഇവ ഒന്നും രക്ഷയ്ക്ക് അടിസ്ഥാനമേ അല്ല. പക്ഷെ ആദ്യ കള്ളൻ തൻ്റെ അവസ്ഥയിൽ പോലും യേശുവിനെ പരിഹസിച്ചു. അവനൊരു അത്ഭുത രക്ഷ മാത്രമാണ് ആഗ്രഹിച്ചത്, എന്നാൽ ആത്മീയ രക്ഷയല്ല. ഇതൊരു പ്രധാന വേദശാസ്ത്ര സത്യത്തിലേക്ക് നയിക്കുന്നു. ബാഹ്യവേദന ഹൃദയ പരിവർത്തനം ഉറപ്പാക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും വ്യക്തിയുടെ സമ്മതവും ആവശ്യമാണ്. 2, മാനസാന്തരം, വിശ്വാസം, കൃപ, ഇവയൊക്കെ രക്ഷയുടെ ഘടകങ്ങൾ. 2ാമത്തെ കള്ളന്റെ വാക്കുകളിൽ ഈ 3 രക്ഷാസത്യങ്ങളും കാണാം. 1, പാപസ്വീകാരം അഥവാ കൺഫെഷൻ ഓഫ് സിൻ. ഞങ്ങൾ ചെയ്തതിന് യോജിച്ചതാണ് ലഭിച്ചത്. അവൻ തൻ്റെ കുറ്റം അംഗീകരിച്ചു. ഇത് സത്യമായ മാനസാന്തരത്തിന്റെ ആദ്യം. എന്നാൽ ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലുള്ള വിശ്വാസം അത് 2ാമത്, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് കിങ്ഷിപ്പ്. അതിങ്ങനെ, നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ അവനൊരു പരാജിതനായ മനുഷ്യനെ കണ്ടില്ല, പകരം ഒരു രാജാവിനെ കണ്ടു. ക്രൂശിലെ യേശുവിൽ പോലും അവൻ രാജ്യത്വം കണ്ടു. ഇത് വിശ്വാസത്തിന്റെ അത്ഭുതം. 3ാമതായി വ്യക്തിപരമായ അപേക്ഷ, പേഴ്സണൽ അപ്പീൽ. എന്നെ ഓർക്കണമേ. അവൻ കൂട്ടമായി അല്ല, വ്യക്തിപരമായി അപേക്ഷിച്ചു. രക്ഷ വ്യക്തിപരമായ അനുഭവമാണ്.
ഇവിടെ നമ്മൾ കൃപയാൽ വിശ്വാസത്തിലൂടെ രക്ഷ എന്ന എഫെസ്യർ 2:8-9 വാക്യം എന്ന സത്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. അവൻ സ്നാനം സ്വീകരിച്ച് സൽപ്രവൃത്തികൾ ചെയ്യാൻ സമയം കിട്ടി, മതപരമായ ആചാരങ്ങൾ ഒന്നും പാലിക്കില്ല, പക്ഷേ വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് രക്ഷ ലഭിച്ചു. മറ്റൊന്ന് ഉടൻ ലഭിക്കുന്ന ഉറപ്പ്. രക്ഷയുടെ നിശ്ചിതത്വം. യേശുവിൻ്റെ മറുപടി അതിശയകരമാണ്. ഇന്ന് നീ എന്നോടുകൂടി സ്വർഗത്തിലായി. ഇവിടെ 3 വാഗ്ദാനങ്ങൾ. സമയം, ഇന്ന് അഥവാ രക്ഷ വൈകുന്നില്ല എന്നർത്ഥം. മറ്റൊന്ന് സാന്നിധ്യം, ദാറ്റ് മീൻസ് എന്നോടുകൂടെ. രക്ഷ സ്ഥലം മാത്രമല്ല, വ്യക്തിയോടുള്ള ബന്ധവുമാണ്. 3 സ്ഥലം, അത് സ്വർഗത്തിൽ. അവിടെ നിത്യജീവന്റെ ഉറപ്പാണ് നമുക്ക് ലഭിക്കും. ഇത് ആത്മാവിന്റെ നിശ്ചിതമായ രക്ഷയെ സൂചിപ്പിക്കും. കൃപ ലഭിച്ച നിമിഷം മുതൽ നിത്യജീവന്റെ ഉറപ്പ് ലഭിക്കുന്നു. ഇത് ശുദ്ധീകരണകാലമോ അനിശ്ചിത ഇടവേളകളോ സൂചിപ്പിക്കുന്നില്ല. ക്രിസ്തുവിനോടുള്ള ഉടൻ ഐക്യമാണ്, ആഴത്തിലുള്ള ആത്മീയ സന്ദേശം. ഈ വിഷയം നമ്മെ 2 പ്രധാന സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, രക്ഷ അവസാന നിമിഷം വരെയും ലഭ്യമാണ്. എന്നാൽ അതിനെ നിരസിക്കുവാനുള്ള സാധ്യതയും അത്ര തന്നെയാണ്. ആദ്യ കള്ളനും അതേ അവസരമുണ്ടായി, പക്ഷെ അവൻ പ്രതികരിച്ചില്ല. അതുകൊണ്ട് ഒരിക്കലും വൈകിട്ടില്ല എന്നത് ഇന്ന് തന്നെ പ്രതികരിക്കുക എന്ന അടിയന്തരത്തിൽ നടന്നു. ക്രൂശിന്റെ കേന്ദ്ര സത്യം മധ്യമുള്ള യേശുവാണ്, രക്ഷയുടെ അടിസ്ഥാനം. 2 പാപികൾക്കിടയിൽ അവൻ തൂങ്ങി നിന്നത് യെശയ്യാ 53 പ്രവചനത്തിന്റെ നിറവേറൽ. അതിങ്ങനെ അവൻ അക്രമികളോടുകൂടെ എണ്ണപ്പെട്ടു. അവൻ അവരുടെ ഇടയിൽ നിന്നു, കാരണം അവൻ അവരുടെ പാപം വഹിക്കുകയാണ്. കളൻ ലഭിച്ച രക്ഷ അവന്റെ നന്മ കൊണ്ടല്ല, പകരം ക്രിസ്തുവിന്റെ ബലിയാലാണ്. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ക്രൂശിന്റെ സമീപത്ത് നാം എല്ലാവരും നിൽക്കുന്നു. ഒരു വശത്ത് നിരസിക്കൽ, മറുവശത്ത് വിശ്വാസം, മധ്യേ കൃപ. നമ്മുടെ കഴിഞ്ഞ കാലം എത്രയുള്ളതായാലും ക്രിസ്തുവിന്റെ രക്തം അതേക്കാൾ ശക്തമാണ്. ശ്വാസം ഉള്ളിടത്തോളം പ്രത്യാശയാണ്. പക്ഷേ ഇന്ന് തന്നെ പ്രതികരിക്കുക. ഒരിക്കലും വൈകിട്ടില്ല. അതെ, ഇന്നാണ് രക്ഷയുടെ ദിവസം. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതം പലപ്പോഴും പാപത്താൽ മൂടപ്പെടുമ്പോഴും വൈകിപ്പിച്ച അവസരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അവൻ ഇന്നും സമീപത്താണ്. നമ്മുടെ ഹൃദയങ്ങളെ കേൾക്കുന്നതും കാണുന്നതും ഞങ്ങളുടെ പാപം സംബന്ധിക്കാൻ ധൈര്യം തരണം. അങ്ങയുടെ കൃപയുടെ വാതിൽ തുറക്കുവാനും വിശ്വാസത്തോടെ അങ്ങ് ഓർക്കാൻ, പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ഇന്ന് തന്നെ തിരിയാൻ, ഇന്നത്തെ നിമിഷം ഉപയോഗിക്കാൻ ഹൃദയം തുറന്നും മനസ്സ് സത്യസന്ധമായി നമുക്ക് സാധിക്കും. അങ്ങയുടെ പാപമുക്തിയും നിത്യജീവനുമുള്ള കൃപയെ അനുഭവിക്കുവാനും വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും കരുത്ത് തരണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.